ഹായ് ഫ്രണ്ട്സ് സ്റ്റോറി ഇട്ടപ്പോൾ ഷുഗർ ഹീറോയിൻ്റെ വീട് ഫോളോ ചെയ്ത് ഹീറോയിൻ്റെ വീട് ഹീറോയിൻ്റെ മമ്മി ഡാഡി അവിടെ ഇരുന്നായിരുന്നു. അങ്ങനായിട്ട് ഹീറോയിൻ്റെ മമ്മി ഡാഡിക്ക് ഇപ്പോൾ എന്താ ചെയ്യാന്ന് ഓർത്തിരിക്കുകയായിരുന്നു. ഹീറോയിൻ്റെ അങ്ങനെ ഷുഗർ വന്നായിരുന്നു. അങ്ങനെ മാസ്ക് ഇട്ട് അതിന് ബെല്ലടിച്ചായിരുന്നു. ഹീറോയിൻ്റെ ഡാഡി അവിടെ ഇരുന്നായിരുന്നു. ഇത് ഓഫീസൊന്നും ഇല്ലായിരുന്നു, ലീവാണ്. ഹീറോയിൻ ഷുഗർ വന്നായിരുന്നു. നിങ്ങൾ ആരാണ്? ഷുഗർ മാസ്ക് കുറച്ച് ദിവസം സാർ നിങ്ങൾക്കത്ത് വരട്ടെ. അങ്ങനെ ഷുഗറിനെ കാണിയിട്ട് ഓക്കെ എന്നാൽ മാസ്ക് ഊരിയായിരുന്നു ഷുഗർ. അതുകൊണ്ട് ഹീറോയിൻ്റെ ഡാഡിക്ക് ഷോക്കായിരുന്നു. ഇന്നൊരു ഐഡലാണല്ലോ, എന്താ സാർ പ്രശ്നം? എൻ്റെ ഡാഡിക്കും സംസാരിക്കാൻ തുടങ്ങിയാണ്. അതുകൊണ്ട് ഹീറോയിൻ്റെ ഡാഡിക്കും ഇംഗ്ലീഷ് നന്നായിട്ട് അറിയാം. ഇംഗ്ലീഷിൽ സംസാരിക്കുമായിരുന്നു. സുഖ പറയാൻ തുടങ്ങിയായിരുന്നു. ഇതുകൊണ്ട് ഹീറോയിൻ്റെ ഡാഡിക്ക് ഷോക്കായിരുന്നു. അതുമാത്രമല്ല ഹീറോയിൻ്റെ മമ്മിക്ക് ഒന്നും മനസ്സിലായില്ല. എന്താ ഇത് പറയുന്നത്? ഒന്നും മനസ്സിലായില്ല. അടുത്ത് വന്നപ്പോൾ മനസ്സിലായി എന്ത്. അങ്ങനെ ഹീറോയിൻ്റെ മമ്മി ഷോക്കായിരുന്നു. അതൊറ്റ ചെഫ് മാത്രമല്ല ഒരു ടീച്ചറാണ്, പ്രൊഫസറാണ് ഹീറോയിൻ്റെ മമ്മി. അത് പറയാൻ മറന്നുപോയി. ഹീറോയിൻ്റെ ഒരു ഷാക്കായിരുന്നു. ഹീറോയിൻ്റെ മമ്മിക്ക് ഷാക്കായിരുന്നു. എന്ത് സാർ നിങ്ങൾ പറയുന്നത്? ഹീറോയിൻ്റെ മമ്മി ഇപ്പോൾ വീട്ടിലാവുള്ളത്, മുമ്പ് പ്രൊപ്പോസർ ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പോവാണ് ഹീറോയിൻ്റെ മമ്മിക്ക്. എന്താ സാറേ നിങ്ങൾ പറയുന്നത്? ഇല്ലപ്പാ, ഇത് പ്രശ്നം നമുക്ക് ഷുഗർ പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു, അതുകൊണ്ട് മാരേജ് കഴിക്കാൻ അങ്ങനെ ഉണ്ട് എന്ന് പറയുന്നത്. ഷുഗർ പറഞ്ഞു കേട്ട് ഹീറോയിൻ്റെ മമ്മിക്ക് ഡാഡി ഷോക്കായിരുന്നു. ഞാൻ ഐഡലാണ്, ഫുൾ ഡീറ്റെയിൽസ് പറയായിരുന്നു. ഹീറോയിൻ്റെ അമ്മയ്ക്ക് ഡാഡിക്ക് ഓൾറെഡി അറിയാം. അയ്യോ ഹീറോയിൻ്റെ അമ്മേനെ ഇരിക്കുമായിരുന്നു. ഇവൻ്റെ ഫോട്ടോ മൊത്തം ബെഡ്റൂമിൽ ഫോട്ടോ. യുങ്കി മാരി മീ ഷുഗർ പറഞ്ഞ കൊണ്ട് മനസ്സിലായി യുങ്കി എന്ന്. അത് മാത്രം ഫോട്ടോ ഓൾറെഡി നോക്കിയത് തന്നെ ഓർമ്മ പോയി. മമ്മി പറയുക ഇവനെ കല്യാണം കഴി പറഞ്ഞാൽ ഓക്കെ പറയുക. അത് മാത്രമല്ല ഇവൻ്റെ ഫോട്ടോ മൊത്തം ഉണ്ട്. ഇവരെ ടോർച്ചറാക്കുക. അച്ഛൻ പറയാം കല്യാണം കഴിക്കാൻ പറഞ്ഞാൽ അവളെ സമ്മതിക്കും, ഇവളെ പറ്റിയും ഇവനെ നിറച്ചിട്ട് അവിടെ കെട്ടിപ്പിടിച്ച് ഉറങ്ങുക, അങ്ങനെ ഇങ്ങനെ ചെയ്യുക. എല്ലാം അച്ഛൻ ഇരിക്കാൻ തുടങ്ങി. സാർ അവൾ കുറച്ച് സാർ അതൊക്കെ എനിക്ക് അവളെ ഇഷ്ടപ്പെടും, ഞാൻ മാരേജ് കഴിക്കാം, എനിക്ക് ഓക്കെയാണ് സാർ, നിങ്ങളൊരു ഐഡലാണ്, അതെങ്ങനെ സാർ സെറ്റാവും എന്ന് ഷുഗറിനോട് പറയണം ഹീറോയിൻ്റെ അച്ഛന്. അത് ഷുഗർ പറഞ്ഞാൽ എനിക്ക് അവളെ ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഓക്കെയാണ് മാത്രം സംസാരിക്കുക, എൻ്റെ ഫാമിലി കൊണ്ട് നിങ്ങൾക്ക് ഓക്കെയാണ് കോൾ ചെയ്ത് പറഞ്ഞു, ഞാൻ ഇവിടെ നിന്നുള്ളത് ഓക്കെയാണ്, നിങ്ങൾ വീട്ടിൽ സംസാരിച്ച് ഓക്കെ മാത്രം എൻ്റെ വീട്ടിൽ സംസാരിച്ചത് ഞാൻ വീട്ടിൽ സംസാരിച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞോളാം എന്ന് ഷുഗർ പറഞ്ഞ് ഇവിടുന്ന് പോയിരുന്നു. അവൾക്കൊക്കെ എൻ്റെ വീട്ടിൽ ഫസ്റ്റ് ഷുഗറിൻ്റെ അപ്പോൾ ഷുഗറുടെ നിങ്ങൾ അമ്മയൊക്കെ അച്ഛനും ഓക്കെ മാത്രം സാർ എൻ്റെ മോളോട് സംസാരിച്ച് നോക്കാം. ശരി ഓക്കെ ഷുഗർ പറഞ്ഞു, എൻ്റെ വീട്ടിൽ ഫസ്റ്റ് സംസാരിച്ച് നോക്കാം, അതിൽ ഓക്കെ മാത്രമെന്ന് പറയാമെന്ന്. ഷുഗർ ഹീറോയിൻ്റെ എനിക്ക് നിങ്ങളെ മോളെ ഫോട്ടോ വേണോ, എനിക്ക് വീട്ടിലയക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞായിരുന്നു. ഷുഗർ വീട്ടിൽ ഫോട്ടോ കൊടുത്തായിരുന്നു. ഷുഗറിനെ കുറിച്ച് ഫുൾ ഡീറ്റെയിൽസ് ഹീറോയിൻ്റെ ഇടയ്ക്ക് അറിയും. അതുമുതൽ അവരാണ് അവൾക്ക് പോകുന്നത്. അതെ, അവർ സിംഗിങ് ഡാൻസ് ചെയ്യുമ്പോൾ അവിടേക്ക് സ്റ്റേജിൻ്റെ ഇങ്ങനെ പോലീസ് വേണമായിരുന്നു, അവിടേക്ക് പോകാമെന്ന് ഷുഗാനെ. ശരി ഓക്കെ എന്നാൽ ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തു. ഷുഗാൻ വീട്ടിൽ കഴിച്ചിരുന്നു. ഷുഗർ മമ്മിക്ക് എപ്പോൾ ഇവന് മാരേജ് കഴിക്കുമെന്ന് സാഡായിരുന്നു. അപ്പോൾ ഒരു ഫ്രണ്ട് ഫോട്ടോ വന്നായിരുന്നു, ഷുഗർ അയച്ചായിരുന്നു. ഹീറോയിനെ കുറിച്ച് ഡീറ്റെയിൽസ് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് ഹീറോയിൻ്റെ ഡാഡിക്ക് മമ്മിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. എനിക്ക് അവളെ ഇഷ്ടപ്പെട്ടു, ഡോക്ടറാണ്, അത് മാത്രമല്ല എനിക്ക് ഓക്കെ എന്ന് തുള്ളാൻ തുടങ്ങിയായിരുന്നു. എനിക്ക് ഡോക്ടർ മർമോൾ എന്താ അമ്മയെ തുള്ളാൻ തുടങ്ങിയായിരുന്നു. ഷുഗറിൻ്റെ അച്ഛനെ എന്ത് പറ്റി, എന്താ എൻ്റെ മർമോൾ അങ്ങനെ ഇങ്ങനെ തുള്ളാൻ തുടങ്ങി. ശരി ഓക്കെ ഷുഗറിനോട് പറഞ്ഞായിരുന്നു. ഷുഗറിൻ്റെ വീട്ടിൽ ഓക്കെ ആയിരുന്നു. എൻ്റെ ഷുഗർ അവരോട് പറഞ്ഞു, ഹീറോയിൻ അമ്മേനോട് പറഞ്ഞായിരുന്നു. ശരി ഓക്കെ ഹീറോയിനോട് സംസാരിച്ചു. നിനക്ക് ഒരു ആലോചന വന്നിട്ടുണ്ടോ? എന്താ അമ്മേ? ഹീറോ ഡിന്നർ കഴിച്ചുകൊണ്ടുണ്ടായിരുന്നു. എന്താ ആലോചന? മമ്മി ഇപ്പം ഞാൻ ഡോക്ടർ ഓടിക്കായിരുന്നു. ഇല്ല മോളെ, അവർക്ക് എന്നെ ഇഷ്ടപ്പെട്ടു പോയി, അത് മാത്രമല്ല നീ ഇവിടെ ട്രെയിനിങ് ചെയ്ത പിന്നെ ഹോസ്പിറ്റലിലേക്ക് അച്ഛ അതെങ്ങനെ വെച്ചാൽ സെറ്റാവും എന്ന് പറയായിരുന്നു. ഇല്ല അമ്മ പറഞ്ഞേക്കറിയാം, നീ ഇപ്പം മാരേജ് കഴിച്ചോ? യോ അമ്മ അത് സാരില്ല പ്രിയ, പറഞ്ഞ കേൾക്ക്. ശരി ഓക്കെ എന്ന് സമ്മതിച്ചു തന്നു. എന്താ ചെയ്യുക, ഇവർ അച്ഛൻ പഠിക്കാൻ ഹെൽപ്പ് ചെയ്തു. ശരി ഓക്കെ ഇവർ പറഞ്ഞ അവനെ എൻ്റെ പൂജ ഇപ്പം ഹീറോ ഫ്ലാഷ് ബാഗൊക്കെ പൂജ പറഞ്ഞാണ്. എടി ഷുഗർ ഫ്രണ്ട് പറയായിരുന്നു മച്ചി എന്ന് ഹീറോയുടെ ഫ്രണ്ട് പറയും, റോസ് പറയുന്നു. മച്ചി പറഞ്ഞേക്ക് പൂജ പറഞ്ഞു എടി ഷുഗർക്ക് റൂമർ നീ ഒരു കേട്ടിരുന്നു, ഷുഗർക്ക് ഒരു ഗേൾ ഫ്രണ്ട് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഷുഗർ ഫ്രണ്ട് പുറകെ നടക്കുന്നതിന് കുറേ വന്നിരുന്നു, അതുകൊണ്ട് നീ ഇത് പുറകെ നിൽക്കാൻ ഒരായിട്ടില്ലാന്ന്, അതിങ്ങനെ ഡിസൈഡ് ആവും. അത് അവൾ പറഞ്ഞത് ശരിയാണ്, ഞാൻ മാരേജ് ഓക്കെ പറയാം. അങ്ങനെ വീട്ടിൽ മമ്മി എൻഗേജ്മെൻറ്റ് അതും ഒന്നുമില്ല, ഡയറക്ടർ മാരേജ് ആണ്. ഹീറോയ്ക്ക് ഒന്നും മനസ്സിലായില്ല. അങ്ങനെ ഹീറോയിൻ മാരേജിൽ റെഡി ആയിരുന്നു. ഹീറോയുടെ ഫ്രണ്ട്സെല്ലാം വന്നായിരുന്നു, മണ്ഡപത്തേക്ക് വന്നാൽ ഹീറോയുടെ ഫ്രണ്ട്സെല്ലാം എൻ്റെ അങ്ങനെ ആരെ കല്യാണം കേൾക്കാനൊന്നും അറിയില്ലായിരുന്നു. ഹീറോയിനെ വിളിച്ചോണ്ട് വരുമായിരുന്നു. അങ്ങനെ ഹീറോയിനെ അവിടെ കൊണ്ടുപോയിട്ട് ആക്കായിരുന്നു. ഹീറോയിൻ്റെ കൊണ്ടുപോയിട്ട് ആക്കുമായിരുന്നു. അത് മാത്രം
ഹീറോയിൻ്റെ ചേച്ചി, ചേച്ചിയാണ് കൊണ്ടുവന്നത് എത്തിയത്. ഹീറോയ്ക്ക് ഒന്നും മനസ്സിലായില്ല. ഹീറോയുടെ ഫ്രണ്ട് ഇപ്പോൾ ഷോക്കായിരുന്നു. ഷുഗാണല്ലോ ഇത് പറഞ്ഞ് ഷോക്കായിരുന്നു രണ്ടുപേർ. കിളി പോയോ എനിക്ക് അവർ അയ്യോ എന്ന് മാങ്ങി വീയാൻ പോയിരുന്നു. അങ്ങനെ 2 ഫ്രണ്ട്സ് മാങ്ങി വീയാൻ പോയിരുന്നു. രണ്ടുപേരും പിടിച്ചു തിരിഞ്ഞൊക്കെ ഷോക്കായിരുന്നു. ജിൻ ഹപ്പ ആറം എന്ന് പറഞ്ഞവർ ഒത്തും രണ്ടുപേരും മേളം മയങ്ങി വീണു. തണ്ണി പറ്റിയായിരുന്നു. എന്ത് പറ്റിയെന്ന് മാങ്ങിയായിരുന്നു. ഇതുകൊണ്ട് അവർ രണ്ടുപേരും മമ്മി എന്താ ഇവിടെ നടക്കുന്നത്? ജിന്നിന് മമ്മി ആറാം മമ്മി. അപ്പം ഇവിടെ രണ്ടുപേരും മറക്കുമല്ല. എന്നാൽ രണ്ടുപേരും മമ്മി വന്ന് പറയായിരുന്നു. അവർ രണ്ടുപേരും മമ്മീനെ പിടിച്ചുകൊണ്ട് പോയി ഓക്കെ പറയാം ഞാൻ സംസാരിക്കുമായിരുന്നു. അങ്ങനെ എന്താ അങ്ങനെയാണോ ഓക്കെ അത് അവർക്ക് കറക്റ്റായിരുന്നു. സംസാരിച്ചായിരുന്നു. അവരോട് സംസാരിച്ച് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയായിട്ട് ജിൻ അവിടെ ഇരുന്ന് ആറാം അവിടെ ഇരുന്ന് അവർ രണ്ടുപേരും നോക്കാമായിരുന്നു. അങ്ങനെ ജിന്നോട് പറഞ്ഞു ഓക്കെയാണ് അവരുടെ ഫാമിലി ഓക്കെയാണ് നമുക്ക് എൻഗേജ്മെൻറ്റ് ശരി ഓക്കെ ആയിരുന്നു. അങ്ങനെ അവർ പറയായിരുന്നു നാളെ നല്ല ദിവസമുണ്ട് രണ്ടുപേർക്ക് കറക്റ്റ് എൻഗേജ്മെൻറ്റ് വെക്കാമെന്ന് പറഞ്ഞു. കുറച്ച് നാൾ കഴിഞ്ഞിട്ട് എൻഗേജ്മെൻറ്റ് വെക്കാം നാളെ വേണ്ട എന്ന് പറഞ്ഞായിരുന്നു. ശരി ഓക്കെ എന്ന് ഹീറോയ്ക്ക് മാരേജ് നടന്നു. രണ്ടുപേരുടെ സാഡായിരുന്നു. ഹീറോയുടെ ഫ്രണ്ട്സൊക്കെ ഷോക്കായിരുന്നു. ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇങ്ങനെ ഹീറോയി പറയായിരുന്നു അങ്ങനെ റൂം ഇങ്ങനെ എല്ലാം കഴിഞ്ഞായിരുന്നു. ഹീറോയി ഒരു മാസം സാഡായി മതി ഇങ്ങനെ ഇതാക്കായിരുന്നു. ഹീറോയി ഇങ്ങനെ തല കാട്ടിയായിരുന്നു. അങ്ങനെയായിട്ട് ഈ റൂം പാലെടുത്തുകൊണ്ട് വന്നിരുന്നു. അപ്പോഴാണ് ലോക്ക് ചെയ്ത് തിരിഞ്ഞായിരുന്നു. ഇങ്ങനെ അടുത്ത് വന്നിരുന്നു ഹീറോയിരുന്നു. ഷുഗർ പാലെടുക്കുമായിരുന്നു. ഇങ്ങനെ ആശീർവാദം ഇത് എന്താ ചെയ്യുന്നത് കേട്ടായിരുന്നു. ഹീറോയ്ക്ക് ഒന്നും മനസ്സിലായില്ല. എന്നാ അങ്ങനെയായിട്ട് ഹീറോയി പറഞ്ഞ ചടങ്ങാണ്. അതുകൊണ്ട് ഹീറോയി ചെന്ന് നോക്കായിരുന്നു. ഇങ്ങനെ പിടിച്ചായിരുന്നു ഷുഗർ. ആശീർവാദം നോക്കുമ്പോൾ അയ്യോ ഷുഗറിനോട് ഷോക്കായിരുന്നു. നീ ഇല്ല തോന്നുന്നത് ആശീർവാദം എങ്ങനെ അവർ ഷുഗർക്കും എല്ലാം മനസ്സിലാവും. ഹീറോ എന്ത് പറയുന്നത് നന്നായിട്ട് വരട്ടെ എന്ന് ഷുഗർ പറഞ്ഞായിരുന്നു. ഇത് റിയലാണോ ഫേക്കാണോ ഷുഗർക്ക് ഇപ്പോൾ ഹീറോയുടെ ലാംഗ്വേജ് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഹീറോയി ഷുഗർ സംസാരിക്കുന്നത് ഹീറോയ്ക്ക് ട്രാൻസ്ഫർ ആണ്. അത് ഒരേ ആപ്പ് ഉണ്ടായിരുന്നു. ഹീറോയ്ക്ക് ഷാക്കായി ഷുഗറിനെ നോക്കായിരുന്നു. ഷുഗർ എടുത്ത് വരുത്തിയായിരുന്നു. ഹീറോയിന് കിസ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. ഹീറോയ്ക്ക്